സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന ഉത്തരവുമായി ബന്ധപ്പെട്ട കേസ് സൗദി കോടതി ഇന്ന് പരിഗണിക്കും. സൗദി സമയം രാവിലെ 8 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. റിയാദ് ക്രിമിനൽ കോടതിയിലാണ് സിറ്റിംഗ് നടക്കുക. സിറ്റിംഗിൽ ജയിൽ മോചന ഉത്തരവുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ചിട്ടുള്ള കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നു. 6ാം തവണയാണ് കേസ് റിയാദിലെ ക്രിമിനൽ കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇന്ന് റഹീമിന്റെ മോചനം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. കാരണം 5 തവണയായി മാറ്റിവെക്കുന്നു. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതിയെ ഇക്കാര്യം അറിയിച്ചതുമാണ്. പല തവണയായി മാറ്റിവെക്കുന്നുവെന്ന്. അന്ന് ജഡ്ജി പറഞ്ഞത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ തീരുമാനം മാറ്റിവെക്കാനുള്ള തീരുമാനം അത് കോടതിയുടേതാണ്. രണ്ടാമത്, ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് ജനുവരി 15 കേസ് മാറ്റിവെച്ചത്. റിയാദ് സമയം, പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക്, അതായത് ഇന്ത്യയിലെ സമയം 10 കൂടിയിട്ടായിരിക്കും ഈ കേസ് പരിഗണിക്കുക. ജൂലൈ 2 കഴിഞ്ഞ വർഷം ജൂലൈ 2 വിധി പ്രഖ്യാപിക്കുകയും ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അപേക്ഷയുമായി ജയിൽ മോചനം അനുവദിക്കണമെന്നുള്ള അപേക്ഷയുമായി നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 34 കോടിയോളം രൂപ ദിയാധനമായി നൽകിയാണ് വധശിക്ഷ ഒഴിവാക്കിയിട്ടൊക്കെ ഉള്ളത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വധശിക്ഷ ഒഴിവാക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ, മാപ്പ് നൽകുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട മരണപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബവുമായി വ്യക്തിവിരോധമൊന്നുമില്ല. സൗദിയിലെത്തിയതിന് ശേഷം 1 മാസം പോലും തികയുന്നതിന് മുൻപാണ് സംഭവം നടന്നത് എന്നൊക്കെയാണ് റഹീമിൻ്റെ ഭാഗം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു അനുകൂല ഉത്തരവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ രാവിലെ ഇന്ത്യൻ സമയം 10 ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് ഉണ്ടാക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ.